നാദാപുരത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFും UDFും തമ്മിൽ മത്സരം ശക്തമാകുന്നതിനിടെ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയും ശക്തമായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. BJP നേതാവ് KK രഞ്ജിത്ത് നമ്മോട് സംസാരിക്കുന്നു. BJP നേതൃത്വം നൽകുന്ന NDA സഖ്യം നാദാപുരം പഞ്ചായത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ 24 വാർഡുകളിലായിട്ട് 22 വാർഡുകളിൽ BJP NDA സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. അതുപോലെ തന്നെ ബ്ലോക്ക് ഡിവിഷൻ പറയുകയാണെങ്കിൽ തൂണേരി ബ്ലോക്ക് ഡിവിഷനിലെ 15 സ്ഥലത്തും സ്ഥാനാർത്ഥികൾ നിലവിൽ നിശ്ചയിച്ചിട്ടുണ്ട്. നാദാപുരം, കല്ലാച്ചി, കുമ്മങ്കോട് ബ്ലോക്ക് ഡിവിഷനിലും നല്ല സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് ശക്തമായ മത്സരമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ വാർഡ്, ഞാൻ 10ാം വാർഡിലെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അവിടെ നമ്മൾ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. മാത്രമല്ല നമ്മൾ 22 വാർഡുകളിലും BJPയുടെ സ്ഥാനാർത്ഥികൾ 2ാം ഘട്ട പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. വളരെ ശക്തമായ നല്ല ജനപിന്തുണയാണ് സ്ഥാനാർത്ഥികൾക്ക്, നല്ല സ്വീകാര്യതയാണ് ഓരോ വാർഡുകളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നരേന്ദ്രമോദി ഗവൺമെൻറ് 11 വർഷത്തെ ഭരണം ഇന്ന് വീടാന്തരങ്ങൾ ഗൃഹസമ്പർക്കം നടത്തുന്ന സമയത്ത് BJP സ്ഥാനാർത്ഥികൾ, NDA സ്ഥാനാർത്ഥികൾ കിട്ടുന്ന സ്വീകാര്യത മറ്റൊന്നുമല്ല. BJP കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ജനക്ഷേമ പദ്ധതികളിലൂടെ ഗുണഭോക്താക്കളെയാണ് ഞങ്ങൾ സമ്പർക്കം ചെയ്യുന്നത്. ഒരു വീടുകൾ ചുരുങ്ങിയത് 5ഓളം പദ്ധതികൾ, കിസാൻ സമ്മാൻ നിധി, ആയുഷ്മാൻ ഭാരത് പദ്ധതി, ജനൌഷധി പ്രകാരമുള്ള മരുന്ന് ലഭിച്ച ആൾക്കാർ, ജൽജീവൻ മിഷൻ പ്രകാരം കുടിവെള്ളം എത്തിയ ആൾക്കാർ, വൈഫ് പദ്ധതി അല്ല PMAY പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ അപേക്ഷ കൊടുത്തു വീട് കിട്ടിയ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പദ്ധതികൾ ലഭിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഒരു വാർഡ് മെമ്പറുടെയും ഇടപെടൽ കൊണ്ടില്ല. അതാണ് അതിൻ്റെ വസ്തുത. ഒരു വാർഡ് മെമ്പറും ഒരു ബ്ലോക്ക് മെമ്പറും ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറോ ഇവിടുത്തെ MLAയോ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് പൂർണ്ണമായി പരാജയപ്പെട്ടു. സ്വമേധയാ അപേക്ഷ കൊടുത്തിട്ട് അവർക്ക് ലഭിച്ചതാണ് ഇത്രയും പദ്ധതികൾ. അപ്പോൾ BJP ഈ സമയത്ത് ഇവിടുത്തെ വോട്ടർമാരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നാടിൻ്റെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് നേരിടുന്ന ഒരേ ഒരു പാർട്ടി NDA ആണ്, BJP ആണ്. നാദാപുരത്ത് താമര വിടരുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. 10ാം വാർഡിലാണ് ശക്തമായൊരു താങ്കളുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഒരു സാന്നിധ്യം അറിയിച്ചുള്ളത്. അതേക്കുറിച്ച് എന്താണ്? തീർച്ചയായിട്ടും ഇപ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയുന്നത്. 10ാം വാർഡിനെ സംബന്ധിച്ച് ഞാൻ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുക ഈ സമയം ഉപയോഗപ്പെടുത്തുന്നില്ല. ഇവിടുത്തെ ജനങ്ങൾ കഴിഞ്ഞ 5 വർഷവും അതിനുള്ള മുന്നേയുള്ള വർഷങ്ങളും 2 മുന്നണികളുടെയും ജനപ്രതിനിധികളെ അവരുടെ സേവനങ്ങളും അവരുടെ ഇടപെടലുകളും മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരാണ്. ഇവിടെ പഞ്ചായത്ത് ഭരിക്കുന്ന മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്നുള്ളത് ഇവിടുത്തെ ജനപ്രതിനിധിയായിട്ടുണ്ട്. കഴിഞ്ഞതിന് ഇടതുപക്ഷത്തിൻ്റെ LDFിൻ്റെ മുന്നണിയിലെ ആൾക്കാരാണ് ഇവിടെ മെമ്പറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്നിട്ടും ഒന്നും തന്നെ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും കിട്ടുന്ന ഒരു വികസനം നീക്കി വെക്കുന്ന ഫണ്ട് കൊടുത്ത് എന്തെങ്കിലും ചെയ്യുക എന്നല്ലാതെ സ്വന്തം അടയാളപ്പെടുത്തുകൾ ഇവിടെ ഒന്നും കാണാനില്ല എന്നല്ല. ഇവിടെ അനുവദിച്ച ഫണ്ടുകൾ പോലും അത് കൃത്യമായിട്ടും നല്ല രീതിയിലും അവർക്ക് ഉപയോഗപ്പെടുത്താനും സാധിച്ചിട്ടില്ല. ഒരുപാട് സാധ്യതകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതിൻ്റെ ഫലമായിട്ട് ഇവിടെ നടത്തിയിട്ടുള്ള തോടുകളുടെ നിർമ്മാണമായാലും തൊട്ടടുത്ത് കാണുന്ന കുളത്തിൻ്റെ ഒക്കെ കേന്ദ്ര ഫണ്ടുകളാണ്. പക്ഷെ കേന്ദ്ര ഫണ്ടിനെ പോലും ജനങ്ങളോട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ട് അത് യഥാവിധി നടപ്പിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് അവരുടെ ഇടപെടലുകൾ. അതുകൊണ്ട് ഇവിടെ സാധാരണക്കാർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ്. ഞാൻ BJP പറയുന്നത്, ഒരുപാട് ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുണ്ട്. അത് നിങ്ങൾക്ക് നേടിത്തരുന്നതിൽ ഇവർ പൂർണ്ണമായും പരാജയപ്പെട്ടു. 2 കാര്യം ഞാൻ ഉദാഹരണം പറയാം. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം വീടില്ലാത്തവർക്ക് വീട് എന്നുള്ള സ്വപ്ന പദ്ധതിയാണ് പ്രധാനമന്ത്രിയുടെ. ഈ ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണിയിലെ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ആ മുന്നണി നേതൃത്വത്തെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ഈ വാർഡിൽ എത്ര കുടുംബങ്ങൾ അതിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്? അതിനുള്ള എന്ത് പദ്ധതിയാണ് അവർ ആവിഷ്കരിച്ചിട്ടുള്ളത്? ഞാൻ പറയുന്നത്, ഈ 10ാം വാർഡിൽ വീടില്ലാത്തവരില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ പ്രധാനമന്ത്രി എന്നുള്ള ആ പേര് ഉച്ചരിക്കുന്നതിനുള്ള അന്ധമായ BJP വിരോധം ഒന്നുകൊണ്ട് മാത്രമാണ് അർഹതപ്പെട്ടവർക്കുള്ള വീട് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇവിടെ കുടിവെള്ള പ്രശ്നം വ്യാപകമായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ഈ 10ാം വാർഡിൻ്റെ ഈ മുകൾ ഭാഗം. പക്ഷെ അവിടെ ഇന്നും കുടിവെള്ളത്തിന് വ്യക്തമായിട്ടുള്ളൊരു പദ്ധതിയില്ല. ഒരു പഞ്ചായത്ത് കിണർ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നിങ്ങൾ ആ പഞ്ചായത്ത് കിണർ ഒന്ന് എന്ത് ചെയ്യണം, വീഡിയോ എടുക്കണം.
കാട് മൂടിപ്പിടിച്ച് ഇവിടെ മാലിന്യങ്ങൾ കൂമ്പാരമായിട്ട് അത് മാറിയിരിക്കുകയാണ്. ഇത്രയും കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം ഇത്രയും ഇതായിട്ടും ഇവിടുത്തെ പഞ്ചായത്ത് സംവിധാനമോ നിലവിലുള്ള ജനപ്രതിയായിട്ടുള്ള ആൾക്കാരോ ഒന്നും തന്നെ ഇത് കണ്ടില്ലെന്നും അല്ലെ കണ്ടില്ലെന്ന് നടിച്ചതുമാണെന്ന് അത് മനസ്സിലാക്കണം. വളരെ വലിയ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ആരോഗ്യ പ്രശ്നം തന്നെ എന്ത് ചെയ്യും അതിൽ ഉണ്ട്. കാര്യം കൂടി 70 വയസ്സുള്ളവർക്കുള്ള 5 ലക്ഷത്തിന് ഇൻഷുറൻസ് പദ്ധതി അത് ഇവിടെ നടപ്പിലാക്കാത്തതിന് ഫലമായിട്ട് ഇവിടെ ഒരുപാട് വളരെ നല്ല വലിയൊരു സാമ്പത്തികമുള്ള ഒരു പാവപ്പെട്ട ഇടനില ആൾക്കാരൊക്കെ ജീവിക്കുന്ന ഒരു പ്രദേശം എന്നുള്ള രീതിയിൽ ഇത്തരം 5 ലക്ഷത്തിന് ഇൻഷുറൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തി പദ്ധതി പോലും നടപ്പിലാക്കാൻ ഇവരെന്തിന് ഇത്തരത്തിലുള്ള വൈമുഖ്യം കാണിക്കുന്നത് കൊണ്ട് ഇത്തരം നിരവധിയായിട്ടുള്ള സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ യാതൊരു ശ്രദ്ധയും ചെലുത്താതെ അന്ധമായ BJP വിരോധം കൊണ്ട് ഒരുപാട് ആനുകൂല്യം നഷ്ടപ്പെടുത്തുന്ന സംവിധാനമാണ് ഇവിടെ നിലവിലുള്ളത്. അതിനൊരു മാറ്റം വരണമെന്നാണ്. അത് മാത്രമല്ല ഈ പ്രദേശത്ത് സുരേഷേട്ടാ ഈ പ്രദേശത്ത് ഒരു വലിയൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥ. 8 ലക്ഷം രൂപയോട് ഈ റോഡിന് പാസ്സായിട്ടുണ്ട്. ആ റോഡിൻ്റെ അവസ്ഥ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആ 8 ലക്ഷം പാസ്സായിട്ടുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ നമുക്ക് നടപ്പിലാക്കാൻ പറ്റുമായിരുന്നു? അപ്പോൾ യാതൊരു വ്യവസ്ഥയുമില്ലാതെ യാതൊരു കാഴ്ചപ്പാടുമില്ലാത്ത ആൾക്കാർ അന്ധമായ രാഷ്ട്രീയം കൊണ്ട് രാഷ്ട്രീയത്തെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങൾ പാഠമാക്കണം എന്നാണ് പറയാനുള്ളത്. നാടിൻ്റെ വികസനത്തിൽ BJP ലക്ഷ്യം വെക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് അമൃത് ഗ്രാമം പദ്ധതിയാണ്. ഞാൻ എൻ്റെ അഭ്യർത്ഥന വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അമൃത് ഗ്രാമം പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേക ഫണ്ട് പാസ്സാക്കിക്കൊണ്ട് ഒരു മാതൃക ഗ്രാമമാക്കിയിട്ട് സ്വന്തം വാർഡിനെ മാറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പാർട്ടിയുടെ OBC ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ നമ്മളോട് പാർട്ടി പറഞ്ഞു സ്വന്തം വാർഡുകളിൽ നിന്ന് തന്നെ നേതാക്കന്മാർ മത്സരിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വാർഡ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ഈ സംവിധാനത്തിൽ ഇവിടെ ഒരു ജനപ്രതിനിധിയായി വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് നമ്മുടെ ഈ നാദാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്ന ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വാർഡാണ് നമ്മുടെ 10ാം വാർഡ്. തീർച്ചയായിട്ടും അത് നമ്മൾ ഏത് രീതിയിലായി കഴിഞ്ഞാൽ ഒരു സൗന്ദര്യവൽക്കരണം നമ്മളെ ഈ ജനങ്ങൾക്ക് ആകർഷിക്കപ്പെടുന്ന രീതിയിൽ ഈ വാർഡിനെ ഒരു മാതൃകാ ഗ്രാമമാക്കി മാറ്റും. ഇപ്പോൾ ഒരുപാട് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരുപാട് പ്രായമുള്ള ആൾക്കാരും പറ്റും ഉള്ള ഒരു പ്രദേശമാണ്. അവർക്കൊരു ഈ പാലിയേറ്റീവ് സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് സാന്ത്വനമേകാനുള്ള സംവിധാനം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2 കേന്ദ്രമന്ത്രിമാരും 2 MP-മാരുമുള്ള പാർട്ടിയാണ്. കേന്ദ്ര ഭരണ സംവിധാനമുള്ള പാർട്ടിയാണ്. തീർച്ചയായിട്ടും കേന്ദ്രത്തിൻ്റെ ആനുകൂല്യം ഇവിടുത്തെ ജനങ്ങളിൽ എത്തിക്കാൻ അതിന് വേണ്ട പ്രയത്നവും അത് നേടിയെടുക്കാനുള്ള കഴിവും നമ്മൾ ഉപയോഗപ്പെടുത്തും. അത് മാത്രമല്ല നമ്മുടെ ഇപ്പോൾ വന്നിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ നമ്മൾ പാർട്ടി സംവിധാനത്തിൽ ജയിക്കുന്ന വാർഡുകൾക്ക് പ്രത്യേക സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ട് ഇടപെടൽ നടത്തുമെന്ന് ഞങ്ങൾ ഉറപ്പും തന്നിട്ടുണ്ട്. ഈ സേവനങ്ങൾ പാർട്ടിയുടെ ഇത്രയും സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിൽ എത്തിച്ചു കൊടുക്കാൻ ജനങ്ങൾ കൂടെ നിൽക്കുമെന്നാണ് വീടുകൾ സമ്പർക്കം ചെയ്യുന്ന അവരിൽ നിന്ന് കിട്ടുന്ന അകമഴിഞ്ഞ പിന്തുണ രാഷ്ട്രീയ ഭേദമന്യേ ജാതി ഭേദമന്യേ കിട്ടുന്ന പിന്തുണയിൽ നല്ല ആത്മവിശ്വാസത്തിൽ തന്നെയാണിത്. ഇവിടെയെന്നല്ല ഈ നാദാപുരത്തെ എല്ലാ വാർഡുകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്ന അനുഭവങ്ങൾ ഇതാണ് പങ്കുവെച്ച് വരുന്നത്. നാദാപുരം പഞ്ചായത്തിന് വേണ്ടി എന്തെങ്കിലും മെഗാ പ്രൊജക്ട്? തീർച്ചയായിട്ടും ഒരുപാട് സാധ്യതകളുള്ള പഞ്ചായത്താണ് നാദാപുരം പഞ്ചായത്ത്. വെറുതെ ഇവിടെ പ്രതിപക്ഷം നിന്ന് ഭരണപക്ഷം ഒരു ഭാഗത്ത് അവരുടെ കാര്യങ്ങൾ ചെയ്യും. യാതൊരു കാര്യത്തിലും ശക്തമായ പ്രതികരണമില്ലാത്തൊരു പ്രതിപക്ഷമാണ് നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ ഒന്നാമത്തെ വലിയ ശാപം. ഞാൻ പല രാഷ്ട്രീയപരമായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളും നമുക്കുണ്ട്. ഈ സമയത്ത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ പഞ്ചായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞത് BJP NDA സഖ്യം 22 സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട്. ഇടതുപക്ഷം നിർത്തിയിട്ടുള്ളത് അവരുടെ മുന്നണിക്കകത്ത് 21 സ്ഥാനാർത്ഥികളെ നിർത്തി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുള്ള പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യമാണ്. അതുപോലെ തന്നെ നാദാപുരം പഞ്ചായത്തിലും ആ അവകാശവാദം NDA BJP സഖ്യത്തിൽ മാത്രം അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നേരത്തെ ഇവർക്കൊന്നും പ്രത്യേകമായിട്ട് പൊതുസമൂഹത്തോട് ഒന്നും പറയാനില്ല. അതുമാത്രമല്ല ഇവർക്ക് യാതൊരു പദ്ധതിയുമില്ല. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കൊടി ജയിക്കണമെന്നല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയോ നാടിനു വേണ്ടിയോ എന്ത് ചെയ്യണമെന്ന് ഒരു കാഴ്ചപ്പാടുമില്ലാത്ത 2 മുന്നണികളാണ് LDF-ഉം UDF-ഉം. അവരുടെ അഹങ്കാരമാണ് ഒരു പക്ഷേ
ഇവിടെ ഞങ്ങൾ ആരെ നിർപ്പിച്ചാലും ജനങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളും എന്നുള്ള ഒരു അഹങ്കാരത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അത് നമ്മുടെ നാടിന് വലിയ ഒരു അപകടമാണ്, നമ്മുടെ നാടിന് ഒരുപാട് നഷ്ടങ്ങളാണ് സമ്മാനിക്കുന്നത്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരുപാട് മാതൃകകൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഞാൻ ദേശീയ തലത്തിൽ നേരിടും. അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ജനങ്ങളോട് ആവശ്യപ്പെട്ട് ഞങ്ങൾക്കൊരു അവസരം തരുമെന്നാണ്. ആദ്യമായിട്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യം BJP സംവിധാനം അധികാരത്തിൽ വരുന്നത്. ഞാൻ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു ഉദാഹരണം കാണിച്ചു തരാം. വടകര പാർലമെൻറ്റിൽ ചോറോട് മേൽപ്പാലം രാജഗോപാൽജി സഹമന്ത്രിയായ സമയത്താണ് നമുക്കത് ഒരു എന്ത് ചെയ്തത് അവിടെ വീർപ്പുമുട്ടുന്ന അതിനൊരു പരിഹാരമായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ BJP മുന്നണി NDA മെമ്പർമാരുള്ള അടുത്തടുത്തുള്ള വടകരയായാലും പയ്യോളിയായാലും ഒരുപാട് കൗൺസിലർമാരും മെമ്പർമാരും ഉണ്ട്. ആ വാർഡുകളിലൊക്കെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഒന്ന് എന്ത് ചെയ്യണം, മറ്റ് BJP NDA പ്രതിനിധികളുള്ള വാർഡിനെയും LDF UDF ഒക്കെയുള്ള വാർഡിനെയും നിങ്ങൾ കമ്പയർ ചെയ്യണം. കാരണം അത് വെച്ചിട്ടാണല്ലോ നമ്മൾ ഓരോരുത്തരെയും വികസനങ്ങൾ നമ്മൾ വിലയിരുത്തുന്നത്. ജനങ്ങൾക്ക് ഞങ്ങൾ അത് വെച്ചിട്ട് തന്നെയാണ്, മാതൃകകൾ വെച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ആധാരം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ടൗണിൽ വെള്ളക്കെട്ട് കൊണ്ട് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അവസ്ഥ ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളും മഴക്കാലത്ത് ജലജന്യ രോഗങ്ങളും ഒക്കെ ബാധിക്കുന്ന പ്രദേശമാണ്. കാരണം എന്താണെന്നൊന്നുമില്ല, മാർക്കറ്റ് കിടക്കുന്നത് എവിടെയാണ്? ഇത് ടൗണിൻ്റെ ഒരു സ്ഥലത്താണ്. അവിടെ തന്നെയാണ് മഴ പെയ്ത് കഴിഞ്ഞാൽ ആഴ്ചകളോളം വെള്ളം കെട്ടി നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ആരോഗ്യ പ്രശ്നം ഗുരുതരമാണ്. നമുക്ക് യാത്ര ചെയ്യാൻ പ്രയാസമുണ്ട്, നടന്നു പോകാൻ പ്രയാസമുണ്ട്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നല്ല രീതിയിലുള്ള ഇടപെടൽ ആവശ്യമാണ്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹാരം കാണപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് ഒരു ചരിത്രപരമായ സ്മരണകൾ അയവിറക്കുന്നൊരു സമയത്ത് നമ്മുടെ ഒരുപാട് ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കുത്തിരിപ്പം കോവിലകത്തിൻ്റെ ഭാഗമായാലും പിന്നെ ഇവിടെയൊക്കെ ക്ഷേത്രങ്ങളുടെ ഒരു ഇതുണ്ട്, വിഷ്ണുവിൻ്റെ എന്നുള്ള ആ രീതിയിൽ. അപ്പോൾ ഒരു ക്ഷേത്രങ്ങളും ഇത്തരം ആധ്യാത്മിക കേന്ദ്രങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സാംസ്കാരിക സംവിധാനം എന്നുള്ള രീതിയിലേക്ക് നമ്മളൊരു പ്രൊജക്റ്റ് മുന്നോട്ട് വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ടാക്സി സ്റ്റാൻഡ്. ഒരു ടാക്സി സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ടും നമ്മുടെ ഗതാഗത കുരുക്ക് പോലുള്ള കാര്യങ്ങൾക്ക് ഒരു പരിഹാരം കാണാനുള്ള സംവിധാനവും നമ്മൾ എന്ത് ചെയ്യും. അങ്ങനെയുള്ള നമ്മുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അതുപോലെ തന്നെയാണ് ഇപ്പം വയോജന പാർക്കുകൾ കാര്യങ്ങളൊക്കെ പേരിനുണ്ട്. അതൊക്കെ ഇപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഇപ്പം വിംസ് റോഡിലെ ടേക്ക് എ ബ്രേക്ക് പദ്ധതി കേന്ദ്രത്തിൻ്റെ ഫണ്ടിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. അതൊക്കെ വരുന്ന സമയത്ത് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിലൊക്കെ അത് മാറ്റേണ്ടിയിരിക്കുന്നു. വെറുതെ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഒരു കെട്ടിടം ഉണ്ടാക്കാനായിരിക്കും കഴിയും. നാദാപുരം ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഞാൻ പരാമർശിക്കുന്നു. നമ്മൾ ഈ മലയോര മേഖലയിൽ ആയിരക്കണക്കിന് വരുന്ന രോഗികൾക്ക് ആശ്വാസമേകേണ്ട ഒരു സ്ഥലം അതിൻ്റെ അവസ്ഥ എന്താണ്? അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എല്ലാ മേഖലകളും കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുകൾ എത്തിക്കുന്നു. അത് കാര്യക്ഷമമായി നടപ്പിലാക്കാതെ യാതൊരു കാഴ്ചപ്പാടുമില്ലാതെ ഫണ്ടുകൾ എന്ത് ചെയ്യുക ചെലവഴിച്ച് കുറേ കരാറുകാരും ഒരു നാദാപുരത്തിൻ്റെ സംഗതി ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെയൊക്കെ ഒരു കൂട്ടം ആൾക്കാർ കൈകാര്യം ചെയ്യില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കാലാകാലങ്ങളായിട്ട് ഒരു വികസന കാഴ്ചപ്പാടോടുകൂടി ഒരു എന്താ പറയുക മാതൃകാപരമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിക്കൊണ്ടൊന്നും ചെയ്യാനുള്ള സംവിധാനമില്ല. പദ്ധതികൾ വരും, അതൊരു ടൗൺ വികസനം എത്ര വർഷമായി 3 കോടി രൂപ പാസ്സാക്കി. ഇപ്പോൾ അവർ രാഷ്ട്രീയ വാഗ്വാദങ്ങളാണ്. LDF പറയുന്നത് ഞങ്ങളുടെ ഇടപെടലാണ്, UDF പറയുന്നത് ഞങ്ങളുടെ ഇടപെടലാണ്. പക്ഷേ ഇടപെടൽ ആരുമായിട്ട് ജനങ്ങൾ കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായി. ആരുടെ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. കച്ചവടക്കാരുടെ അവസ്ഥ മനസ്സിലാക്കുക. ലോൺ എടുത്തിട്ടും പല രീതിയിലും ഫണ്ട് ഉപയോഗപ്പെടുത്തിയിട്ട് സാധാരണക്കാരായിട്ടുള്ള കച്ചവടക്കാർക്ക് പിന്നെ അവരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനൊന്നും യാതൊരു പരിഹാരമില്ല. ചില ധാർഷ്ട്യങ്ങളുമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ജനങ്ങൾ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടും യാതനകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുകയാണ്. ഇതിനൊക്കെ ശാശ്വതമായ പരിഹാരം NDA BJP സഖ്യം മുന്നണി എനിക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടോട് കൂടിയിട്ട് നല്ല ഒരു മാതൃകാ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സേവനം നൽകാനുള്ള കാര്യങ്ങളും BJP ഉറപ്പ് നൽകുന്നു എന്നാണ് ഈ സമയത്ത് ഈ വൈകിയ വേളയിൽ ഇനി ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമേ നല്ല ജനാധിപത്യ രാജ്യത്ത് ഒരു പൗരൻ്റെ ഏറ്റവും മൂർച്ചയേറിയ ആയുധം എൻ്റെ വോട്ടവകാശം എന്ന് വിശ്വസിക്കുന്നു. അത് വോട്ടവകാശം ഉപയോഗപ്പെടുത്തി ജനാധിപത്യത്തിൽ പങ്കാളിയായി നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തും. ഞങ്ങളെ പിന്തുണയാണ് ഞങ്ങൾ തരുന്നത്. അതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുടെ ഈ തിരഞ്ഞെടുപ്പിനോട് മുന്നോട്ട് പോകുന്നത്.